2021 ജനുവരി 17 നടന്ന കേടെറ്റ് കാറ്റഗറി 3യുടെ പാർട്ട് 1 വരുന്ന അഡോളസെന്റ് സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, നാച്ചുറലി ഒക്കറിംഗ് റെസ്പോൺസ് ഇൻ ലേണിംഗ് തിയറി ഈസ് കോൾഡ്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ളതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2, കോൾബർഗ് പ്രപ്പോസ്ഡ് സ്റ്റേജ് തിയറി ഓഫ്. ഇവിടെയും ഓപ്ഷൻ ഡി ആണ് ആൻസർ, മോറൽ ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇവിടെ ആൻസർ ബി ആണ്, ഒവിഡെ ഡെക്രോളി. ഒവിഡെ ഡെക്രോളി എന്നുള്ളതാണ് ഇവിടെ ആൻസർ. Question number 4, Lakshmi complains when her tall thin glass of juice is poured into a short but wider glass. She tells her father that she now has less juice. Lakshmi has not yet grasped the principle of. ഇവിടെ ഓപ്ഷൻ എ കൺസർവേഷൻ എന്നുള്ളതാണ് ആൻസർ. Question number 5, select the personality traits put forwarded by Allport. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾപോർട്ടിന്റെ 3 ട്രേറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ക്വസ്റ്റ്യൻ നമ്പർ 6, the theorist associated with concept attainment model is. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ആൻസർ തന്നെയാണ്, ഓപ്ഷൻ എ ജെറോമസ് ബ്രൂണർ. ക്വസ്റ്റ്യൻ നമ്പർ 7, Shruti is an 8th standard student. She has very high achievement scores, high in all subjects except mathematics. She has some particular difficulty in doing addition, subtraction, division and multiplication. Here we can assume that she is having. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, dyscalculia. Question number 8, select the most suitable technique to deal with dyscalculia. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, peer assistance using diagram. peer assistance using diagram എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. Question number 9, the name William Stern is closely associated with. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി intelligence quotient എന്നുള്ളതാണ് ആൻസർ. Question number 10, teacher uses projective test for revealing the. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി unconscious എന്നുള്ളതാണ്. ഓപ്ഷൻ ബി unconscious എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ഹ്യൂറിസ്റ്റിക്സ് ആർ. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഇസ് പ്രോഗ്രാം ഡിസൈൻഡ് ഫോർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് എന്നാണ്. ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ളവർക്കുള്ള ഒരു പ്രോഗ്രാമാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 13, റൈറ്റിംഗ് ദ ലേണേഴ്സ് റെസ്പോൺസ് ഓൺ ദ ചോക്ക് ബാർ ഇസ് എ സബ് സ്കിൽ ഓഫ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇത് ഒരു തരത്തിലുള്ള നോൺ വെർബൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, CCEA പറ്റിയാണ്. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു ലേബൽ ദ സ്റ്റുഡൻസ് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ കണ്ടിന്യൂസ്ലി ആൻഡ് റെക്കോർഡ് ദം. ക്വസ്റ്റ്യൻ നമ്പർ 15, സെലക്ട് ദ 4th സ്റ്റേജ് ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിലുള്ള 4th സ്റ്റേജ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വെർബൽ അസോസിയേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, IEDCയുടെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 17, പിയാഷെ യൂസ്ഡ് ദ ടേം സ്കീമാറ്റ. സ്കീമാറ്റ എന്നുള്ള ഒരു ടേം പിയാഷെ യൂസ് ചെയ്തത് ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ള ഏത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ബിഹേവിയർ എന്നുള്ളതാണ്. ബിഹേവിയർ ആണ് ഇവിടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18, when was KCF formed? KCF എന്നാണ് ഫോം ചെയ്തത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ, 2007. ക്വസ്റ്റ്യൻ നമ്പർ 19, സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ആൽബർട്ട് ബാൻഡൂര ടു റെഫർ ടു ദ ഓവറോൾ പ്രോസസ് ഓഫ് സോഷ്യൽ ലേണിംഗ്. സോഷ്യൽ ലേണിംഗ് എന്നുള്ള ആ ഒരു ഓവറോൾ പ്രോസസ്സിനെ ആൽബർട്ട് ബന്ദൂര ഏത് ടേം യൂസ് ചെയ്തിട്ടാണ് റെഫർ ചെയ്തതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മോഡലിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20, ബിഫോർ ദ അത്ലറ്റിക് റേസ് ജോൺ സേസ് ടു ഹിസ് കോച്ച്, I know I can do well in this race. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ജോൺ എന്ത് രീതിയിലുള്ള എക്സാമ്പിൾ ആണ് ജോൺ കാണിക്കുന്നതാണ്? സെൽഫ് എഫിക്കസിയുടെ എക്സാമ്പിൾ ആണ് ഇവിടെ ജോൺ കാണിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 21, NCF 2005 proposes the evaluation system should be based on. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഗ്രേഡ്സ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22,
വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ക്രിയേറ്റീവ് തിങ്കിങ്? ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഏറ്റവും നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇതിലുള്ള ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി, പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നാണ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. Question number 23. When we make use of many experiences and examples for arriving at a generalized principle or conclusion, it is known as, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതായത് എക്സാമ്പിൾസിൽ നിന്നും പിന്നെ ഒരു ജനറലൈസ്ഡ് ഇതിലേക്ക് എത്തുമ്പോൾ അതിനെ ഇൻഡക്റ്റീവ് റീസണിംഗ് എന്നാണ് പറയുക. സോ ആൻസർ ഓപ്ഷൻ എ, ഇൻഡക്റ്റീവ് റീസണിംഗ്. Question number 24. You look at a picture for several seconds and then close your eyes tightly. You attempted to visualize the picture of that you viewed. Here you tried to utilize the visual sensory memory which is named as, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഐക്കോണിക് മെമ്മറി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, ഐക്കോണിക് മെമ്മറി. Question number 25. The MMPI is used to assess. MMPI എന്നുള്ളത് പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, പേഴ്സണാലിറ്റി. Question number 26. The best remedy of the students' problems related to learning is. ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലംസിന് ഉള്ള ഏറ്റവും ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ഡി, ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് ആണ്. Question number 27. In Erickson's model, the key challenge of young adulthood. ഇവിടെ പലർക്കും അഡൽട്ട്ഹുഡ് എന്ന് കണ്ടപ്പോൾ തന്നെ അഡോളസൻസ് ആണെന്ന് കരുതി ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എഴുതിപ്പോയവരുണ്ട്. ഇവിടെ യങ് അഡൽട്ട്ഹുഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. Question number 28. Choose the correct one which does not belong to the category of basic needs. ബേസിക് നീഡ്സിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരാത്ത കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, റെസ്റ്റ് ആൻഡ് സേഫ്റ്റി എന്നുള്ളതാണ്. Question number 29. Choose the most appropriate combination from the list for teacher maturity. ടീച്ചർ മെച്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ ലോങ് ടൈം പെർസ്പെക്റ്റീവ് എന്നുള്ള ആ ഒരു കോമ്പിനേഷനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. Question number 30. Which of the following is not a Gestalt principle? Gestalt principle പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലോ ഓഫ് ഡിസ്യൂസ് ആണ്. നമുക്കറിയാം ലോ ഓഫ് പ്രോക്സിമിറ്റിയും അതുപോലെ ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് പ്രഗ്നാൻസ് ഒക്കെ ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. Question number 31. According to Freud, the structure of psyche, സൈക്കയുടെ ഒരു സ്ട്രക്ചർ ഫ്രോയിഡിൻ്റെ പ്രകാരം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻ എ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈഗോ, ഇത് ആൻഡ് സൂപ്പർ ഈഗോ, ഇതാണ് ആൻസർ. ഓപ്ഷൻ എ, ഈഗോ, ഇത് ആൻഡ് സൂപ്പർ ഈഗോ. Question number 32. According to Thurston, how many primary mental abilities are there? Thurston പറയുന്നത് എത്രത്തോളം പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി, 7 എന്നുള്ളതാണ് ആൻസർ, ഓപ്ഷൻ സി. Question number 33. Choose the correct one for ECCE. ECCEയുടെ എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ECCEയുടെ ഫുൾ ഫോം. Question number 34. Anita strictly always willing to help others and compassionate. While considering Gardner's theory, it can assume that Anita has high. അനിത വളരെ കോമ്പാഷനേറ്റ് ആണ്, മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വളരെ വില്ലിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഗാർഡനറുടെ തിയറി പ്രകാരം അനിതക്ക് എന്താണ് കൂടുതലുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് അനിതക്കുള്ളത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Question number 35. The third stage of creative thinking. ക്രിയേറ്റീവ് തിങ്കിങ്ങിലുള്ള തേർഡ് സ്റ്റേജ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇല്യൂമിനേഷൻ ആണ്. ഇല്യൂമിനേഷൻ ആണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിലുള്ള തേർഡ് സ്റ്റേജ്. Question number 36. Imagine you are bicycling in a race. Which of the following is the best example of an extrinsic motivation for this activity? നിങ്ങളൊരു ബൈസൈക്ലിംഗ് റേസിലുള്ളപ്പം നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ബൈക്കിംഗ് ടു എൻജോയ് ദ ഫ്രഷ് എയർ. ഓപ്ഷൻ ബി, റേസിംഗ് മണി ഫോർ എ ചാരിറ്റി യു ബിലീവ് ഇൻ. അത് നിങ്ങൾ ചിലപ്പം ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓപ്ഷൻ സി, ക്രൗഡ്സ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി. സോ ആൻസർ അതാണ് ഓപ്ഷൻ സി, ക്രൗഡ്സ് ചിയറിംഗ് വെൻ യു ഗെറ്റ് എ ട്രോഫി. Question number 37. The organization NCSE set up to improve the delivery of education services through inclusive education stands for.
ഈ NCSE എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നാണ്. ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഉണ്ട്. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്തായാലും അതിൻ്റെ ഫുൾ ഫോമിൽ ഉണ്ടായിരിക്കണം എന്ന് നമ്മളൊന്ന് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38, വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ സി, ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻസ്. സ്റ്റുഡൻസിനുള്ള എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ. Then question number 39, which of the following is not a defense mechanism? ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം. ഇവിടെ പ്രൊജക്ഷൻ, അഗ്രഷൻ, റിയാക്ഷൻ ഫോർമേഷൻ ഇതൊക്കെ ഡിഫെൻസീവ് മെക്കാനിസം ആണെന്ന് നമുക്കറിയാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ജനറലൈസേഷൻ. സോ നമ്മുടെ പാർട്ട് 1ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 40. സെലക്ട് ദ കറക്റ്റ് വൺ അക്കോർഡിംഗ് ടു സ്കിന്നർ. സ്കിന്നറുടെ അഭിപ്രായത്തിലുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ ഡി, ബിഹേവിയർ ഈസ് ഇന്നേറ്റ് എന്നുള്ളതാണ്. സോ ഇത്രയാണ് കേട്ടറ്റ് കാറ്റഗറി 3യുടെ പാർട്ട് 1 സൈക്കോളജിയിൽ ചോദിച്ചിട്ടുള്ള 40 ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.